പാർട്ടി നിയമത്തിന്റെ വഴിക്ക് പോയിട്ട് നിയമലംഘനം ആര് നടത്തിയാലും തെറ്റായ കാര്യങ്ങൾ ആര് നടത്തിയാലും അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന പ്രശ്നോദിക്കുന്നില്ല. ഒരു പ്രതിരോധമില്ല, ഒരാൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധമില്ല. തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ തെളിയട്ടെ. അല്ല, അവരെന്തുകൊണ്ടാണ് ഇതിന് മുമ്പ് നടപടിയെടുക്കായിരുന്നതെന്ന് പറയേണ്ടത് ഞാനല്ല, ED ആണ് പറയേണ്ടത്. ED എന്താണ് ഇപ്പം നോട്ടീസ് അയക്കാന്നുള്ള കാര്യം ED ആണ് പറയേണ്ടത്. പക്ഷെ ഞങ്ങളൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, ഗുരുതരമായ അഴിമതി ഇതിന്റെ പുറകിലുണ്ട്. നടപടിക്രമങ്ങളുടെ ലംഘനം, ഭരണഘടനാ ലംഘനവും ഈ മസാല ബോണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. 2150 കോടി രൂപ വാങ്ങിച്ചിട്ട് 5 കൊല്ലത്തിനകം 1045 രൂപ പലിശയടക്കം 3195 രൂപ തിരിച്ചടച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ഇന്റർനാഷണൽ ഫിനാൻസ് മാർക്കറ്റിൽ നിന്ന് ഒരു ഗവൺമെന്റ് സോവറിൻ ഗ്യാരണ്ടിയോടുകൂടി കടമെടുക്കുമ്പോൾ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. മനസ്സിലായില്ല? അപ്പൊ അതിന്റെ അപ്പുറത്തേക്കുള്ള ധനനഷ്ടം സംസ്ഥാനത്തിന്റെ എക്സ്ചക്കറിനുണ്ടായിട്ടുണ്ട്. എവിടെന്നാ പൈസ അടച്ചത്? തിരിച്ചു പൈസ അടച്ചത് നമ്മൾ സെസ് കൊടുക്കുന്ന പണമാണ്, നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് ഇത് തിരിച്ചടച്ചിരിക്കുന്നത്. കിഫ്ബിയുടെ ഫണ്ട് എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ സെസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ നികുതി പണം എടുത്തിട്ടാണ് ഇവർ ഇത്രയും വലിയ പലിശയ്ക്ക് കടം മേടിച്ചതും ഇത്രയും വലിയ പലിശ കൊടുത്തതും. ഭീമമായ പലിശയാണ്, കൊള്ളപ്പലിശയാണിത്. ഈ പലിശ മാർക്കറ്റിലില്ല, ഇന്റർനാഷണൽ മാർക്കറ്റിലില്ല. മസാല ബോണ്ടിനും ഏറ്റവും കൂടിയ പലിശയാണ് തരുന്നത്, മസാല ബോണ്ടിന് ഇത്രയില്ല. ഞാൻ ഒരുപാട് കേസുകൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇതിനേക്കാൾ കുറവ് പലിശയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പൈസക്ക് ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാനുള്ള കേസല്ല, അത് ഗൗരവമുള്ള കേസാണ്. അദ്ദേഹത്തിന് പൊതുവെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കോടതി പറഞ്ഞ അതല്ല, ഞാൻ മന്ത്രി എന്ന നിലയിൽ എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല, അത് കിഫ്ബിയാണ് ചെയ്തതെന്നാണ് കോടതിയിൽ പറഞ്ഞത്. കോടതിയിലും മുഖ്യമന്ത്രി കിഫ്ബിയുടെ ചെയർമാൻ ആയതുകൊണ്ട് മാത്രമാണ് നോട്ടീസ് കിട്ടിയത്, അതിനപ്പുറം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പങ്കില്ല, ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയാൽ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ അല്ലല്ലോ അന്ന് ക്യാമ്പയിൻ ചെയ്ത്? അന്ന് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിച്ച ലോകത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്തപ്പോൾ ഇത് ഓർത്തില്ലേ? ആകെ മുഖ്യമന്ത്രി മണിയടിക്കാൻ പോകുന്നതിന് മുമ്പ് കിഫ്ബി എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനമല്ലേ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ഒരു സംസ്ഥാനത്തിന്റെ സോവറിൻ ഗ്യാരണ്ടി കൊടുത്തിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും വഴി കൂടി പോകണവന് പോയി ഗ്യാരണ്ടി കൊടുക്കുമോ? നിങ്ങളൊരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരാൾ ലോൺ എടുത്ത് നിങ്ങൾ പോയി ഗ്യാരണ്ടി കൊടുക്കുക? നിങ്ങളുടെ സ്ഥലം വെച്ചിട്ട് നിങ്ങൾ ഗ്യാരണ്ടി കൊടുക്കണം. വഴി കൂടി പോകണവന് ഗ്യാരണ്ടി കൊടുക്കുക നിങ്ങൾ? അപ്പം നിങ്ങൾ പരിശോധിച്ച് നിങ്ങളുടെ വല്ല സുഹൃത്തോ ബന്ധുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടാവും തിരിച്ചടയ്ക്കുമെന്ന്, എങ്കിലല്ലേ നിങ്ങൾ. എന്തോ ഇല്ല, സർക്കാരിന്റെ സോവറിൻ ഗ്യാരണ്ടിയാണ്, സ്റ്റേറ്റിന്റെ ഗ്യാരണ്ടിയാണ് ഈ 2150 കോടി രൂപയ്ക്ക് അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊടുത്തിരിക്കുന്ന. മനസ്സിലായേ? എന്നിട്ട് അത് കിഫ്ബിയാണ്, ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ലെന്ന് വെച്ചാൽ ഇയാൾ അന്വേഷിക്കാതെ പോയി ഇതേ മണിയടിച്ചെന്തിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി. എന്നിട്ട് എന്തായിരുന്നു അന്ന് PR സ്റ്റണ്ട്, ലോകത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നൊക്കെ പറയും. ഇപ്പൊ പറയും ഒരു ബന്ധമില്ല, ഏതോ കിഫ്ബി എന്ന് കൂടി ചോദിക്കായിരുന്നു നമ്മുടെ ഭാഗ്യം. ഏതോ ഒരു കിഫ്ബിയുടെ ഇതിനാണ് പോയത്, ബന്ധമില്ല എന്ന് പറയാൻ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഒഴിഞ്ഞു മാറാൻ പോയാൽ അത് വലിയ തമാശയായി മാറും. കിഫ്ബി വലിയ അഭിമാനമായി കൊണ്ടു നടക്കുന്ന ആളുകൾ ഇപ്പൊ ഏതോ ഒരു കിഫ്ബി ലോൺ എടുത്തതിന്റെ പേരിൽ എനിക്ക് നോട്ടീസ് വന്നു എന്ന് പറഞ്ഞാൽ മലയാളികളെ ഇങ്ങനെ ചിരിപ്പിക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളത്, ഞങ്ങളിങ്ങനെ ചിരിപ്പിക്കരുത്. പാർട്ടി നിയമത്തിന്റെ വഴിക്ക് പോയിട്ട് നിയമലംഘനം ആര് നടത്തിയാലും തെറ്റായ കാര്യങ്ങൾ ആര് നടത്തിയാലും അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന പ്രശ്നോദിക്കുന്നില്ല. ഒരു പ്രതിരോധമില്ല, ഒരാൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധമില്ല. തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ തെളിയട്ടെ.